ജോഷി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റെടുത്തു. ബെസ്റ്റ് ഓൾറൗണ്ടർ ശ്രീ റോബിൻ ജോർജ് KAP 1-ാം ബറ്റാലിയൻ. പരിശീലന കാലയളവിൽ പരിശീലനത്തിന്റെ സമസ്ത മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബെസ്റ്റ് ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ റോബിൻ ചരിത്ര ബിരുദധാരിയാണ്. എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ പിറവം ദേശത്ത് പാലക്കാപ്ര ഹൌസിൽ ശ്രീ PU ജോർജിന്റെയും മേരി ജോർജിന്റെയും പുത്രനായ റോബിൻ ജോർജ് വിശിഷ്ടാതിഥിയിൽ നിന്നും പുരസ്കാരം ഏറ്റെടുത്തു. പ്രൗഢോജ്ജലമായ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർ ബഹുമാന പുരസ്കാരം ക്ഷണിച്ചുകൊണ്ടു. ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പുതുതായി പോലീസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പോലീസുകാരെ, പോലീസ് കുടുംബ അംഗങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരള പോലീസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 1223 പേർക്കാണ് ഇന്നിവിടെ ട്രെയിനിങ് പൂർത്തീകരിച്ചിരിക്കുന്നത്. വിവിധ പോലീസ് ബറ്റാലിയനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ 1223 പേർ. KAP 1-ൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് 499 പേർ. KAP 2-ലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 260 പേർ. KAP 5-ലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 213 പേർ. MSP-യിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 251 പേർ. ഇത്രയും പേർക്ക് ഒന്നിച്ച് ഇവിടെ വെച്ച് പാസിംഗ് ഔട്ട് നടത്തുന്നത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. പോലീസ് അക്കാദമിയിൽ നിന്ന് ഇത്രയും പേരെ ഒന്നിച്ച് പരിശീലനം പൂർത്തിയാക്കി പുറത്തയക്കുന്നത് കേരള സംസ്ഥാന പോലീസിന് അഭിമാനം നൽകുന്ന ഒരു ഘടകമാണ്. ഈ പുതുതായി നിർമ്മിച്ച പവലിയൻ അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു ചടങ്ങാണ്. പോലീസ് അക്കാദമിയിൽ ഇതിനു നടന്ന ചടങ്ങുകളെ വ്യത്യസ്തമാക്കിക്കൊണ്ട് ആയിരക്കണക്കായ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ പാസിംഗ് ഔട്ട് നടക്കുന്നത്. കേരള പോലീസിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഈ 1223 പേർ, ഇതിൽ 50% പേർ ബിരുദധാരികളാണ് എന്നത് സംസ്ഥാന പോലീസിന് പ്രവർത്തന മികവ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ബിരുദധാരികളും ബിരുദാനന്ദ ബിരുദധാരികളും കൊണ്ട് സമ്പുഷ്ടമായ ഒരു സേനയായി കേരള പോലീസ് സേന മാറുകയാണ്. ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയവരെ നോക്കുമ്പോൾ MBA ബിരുദം നേടിയിട്ടുള്ള 2 പേർ ഈ കൂട്ടത്തിലുണ്ട് എന്ന് കാണാൻ സാധിക്കും.
MCA ബിരുദം നേടിയിട്ടുള്ള 3 പേരും LLB ബിരുദം നേടിയിട്ടുള്ള 2 പേരും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള 78 പേരും ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്നത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ പോലും ആകർഷിക്കുന്ന ഒരു സേനയായി കേരള പോലീസ് സേന മാറി എന്നതാണ് നമുക്ക് അഭിമാനം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം. പോലീസിന്റെ ക്ഷേമത്തിനു വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പോലീസ് പ്രമോഷൻ സാധ്യത വളരെ കുറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റായിരുന്നു. പോലീസായി ചേർന്ന് പോലീസായി തന്നെ റിട്ടയർ ചെയ്യേണ്ടി വരുന്ന അവസ്ഥാവിശേഷമാണ് കേരള പോലീസ് തുറന്നുകൊണ്ടിരുന്നത്. ഇത് മാറ്റം വരുത്താനാണ് 15 വർഷം സർവീസ് പൂർത്തിയാക്കുന്നവർക്ക് പോലീസുകാർക്ക് ഹെഡ് കോൺസ്റ്റബിൾ ഗ്രേഡ് കൊടുക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. 23 വർഷം സർവീസ് പൂർത്തിയാക്കുന്നവർക്ക് പോലീസുകാർക്ക് ASI ഗ്രേഡ് കൊടുക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് 28 വർഷം പൂർത്തിയാക്കുന്ന പോലീസുകാർക്ക് SI ഗ്രേഡ് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ്. കേരള പോലീസിൽ ചേരുന്ന മഹാഭൂരിപക്ഷം പോലീസുകാർക്ക് SIമാരായി റിട്ടയർ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥ കേരള പോലീസിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് പോലീസുകാർക്ക് ആത്മാഭിമാനത്തോടുകൂടി ജോലി ചെയ്യുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കണമെന്നതുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത്. ഒരു പോലീസുകാരൻ, ഒരു പോലീസ് ഓഫീസർ എന്നിൽ ജോലി ചെയ്യുവാൻ അവന് കഴിവുണ്ടാകുന്നു. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ പോലീസുകാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒട്ടേറെ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയുണ്ടായി. പോലീസുകാർക്ക് ഇപ്പോൾ ഗവൺമെന്റ് കൊടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലോക്കൽ പോലീസിലും മറ്റ് മർമ്മപ്രധാന സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് 15,800 പോലീസുകാർക്കാണ് ഗവൺമെന്റ് മൊബൈൽ ഫോൺ കൊടുത്തത്. ഫോൺ ചാർജ് എന്നുള്ള നിലയിൽ പ്രതിമാസം 110 രൂപയും അനുവദിച്ചു. ഇതൊന്നും മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത കാര്യങ്ങളാണ്. പോലീസിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് ഇതിന്റെ നേട്ടം സമൂഹത്തിന് ലഭ്യമാകണം എന്നതുകൊണ്ടാണ്. കേരള പോലീസിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷം തന്നെ പോലീസുകാർ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പള പരിഷ്കരണ നടപടികൾ സർക്കാർ പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാന്യമായി ജോലി ചെയ്യുവാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ മറ്റ് മാന്യമായ ജോലികൾ വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും ഉന്നതമായ ഒരു ജോലിയാണ് പോലീസിലെ ജോലിയെന്ന് സ്ഥാപിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സേനയായി മാറിയാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേന കേരള പോലീസ് സേനയാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്കിത് പ്രഖ്യാപിക്കുവാൻ സാധിക്കും. പോലീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ ഗവൺമെന്റ് അതിന്റെ നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് വേഗതയിൽ വരുത്തുവാൻ തയ്യാറായി. പോലീസിന്റെ അംഗസംഖ്യയും സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്ന പേരിൽ ഒരു പുതിയ ബറ്റാലിയൻ കേരളത്തിൽ ആരംഭിച്ചു. അതിന് റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ ഇന്ത്യ റിസർവ് ബറ്റാലിയനകത്ത് നിന്ന് 2 കമ്പനി കമാൻഡോസ് സൃഷ്ടിക്കുവാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തു കഴിഞ്ഞു. പോലീസ് ഒട്ടനവധി ജോലികൾ നിർവഹിക്കുന്നതുകൊണ്ട് പോലീസ് തന്നെ ചെയ്യേണ്ടതില്ലാത്ത ജോലികൾ ചെയ്യുവാൻ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3000 എക്സ് മിലിറ്ററിക്കാരെ ഹോംഗാർഡുകളായി റിപ്പോർട്ട് ചെയ്യുന്ന നടപടിയും ഈ സമീപകാലത്ത് പൂർത്തീകരിക്കുകയുണ്ടായി. ഇതെല്ലാം പോലീസിന്റെ മികവ് വർദ്ധിപ്പിക്കുവാൻ ഗവൺമെന്റ് എടുത്ത നടപടികളുടെ ഭാഗമാണ്. സംസ്ഥാനത്ത് മറ്റൊരു പുതിയ ബറ്റാലിയൻ കൂടി സ്ഥാപിക്കുവാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുകയാണ്. ആ പുതുതായി രൂപീകരിക്കുന്ന ബറ്റാലിയൻ
വനിതാ ബറ്റാലിയൻ ആയിരിക്കും. കേരളത്തിൽ ഇതുവരെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ബറ്റാലിയൻ ഉണ്ടായിട്ടില്ല. എന്നാൽ സംസ്ഥാനത്ത് പുതിയ ഒരു വനിതാ ബറ്റാലിയൻ സ്ഥാപിക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോലീസിന്റെ അംഗസംഖ്യ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയും റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പോലീസുകാർക്ക് ഏറ്റവും ഉന്നതമായ ട്രെയിനിങ് നൽകിക്കൊണ്ട് ഓരോ പോലീസുകാരനും ഏത് വെല്ലുവിളിയും നേരിടുവാൻ സാധിക്കുന്ന സേന അംഗമാക്കി മാറ്റുക എന്നതാണ് ഈ പ്രവർത്തന രീതി കൊണ്ട് സർക്കാർ വിവക്ഷിക്കുന്നത്. പോലീസിന്റെ ഇത്തരം പ്രവർത്തനം വഴി നമ്മുടെ ഏത് പ്രശ്നങ്ങളിലും ഇടപെട്ട് ക്രമസമാധാന പാലനത്തിൽ സുത്യർഹമായി സേവനമനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന ഒരു സേനയായി കേരള പോലീസ് സേന മാറണമെന്ന കാഴ്ചപ്പാടാണ് സർക്കാരിന് ഈ തീരുമാനത്തിന്റെ എല്ലാം പിറകെ നിൽക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകം. പോലീസിന്റെ പ്രവർത്തന രീതി കാലോചിതമായി മാറ്റേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ട്രെയിനിങ്ങിലും ധാരാളം പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസുകാരെ ട്രെയിനിങ് നൽകി പരിശീലനങ്ങൾക്ക് പുറത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുണ്ടാകേണ്ടത് പോലീസുകാർക്കാണ്. നിയമം നടപ്പാക്കേണ്ടവരാണ് പോലീസുകാർ. നിയമവാഴ്ചയുടെ കാവൽ ഭടന്മാരാണ് പോലീസുകാർ. അതുകൊണ്ട് തന്നെ നിയമ കാര്യങ്ങൾ കൂടുതൽ അവകാശമുള്ളവരായി പോലീസുകാരെ മാറ്റണമെന്നതുകൊണ്ടാണ് ഈ പരിശീലന കാലത്ത് വിവിധ നിയമങ്ങൾ പഠിപ്പിക്കുവാൻ സമയം കണ്ടെത്തിയിട്ടുള്ളത്. ഇതേ നിലയിൽ തന്നെ മാനസികമായി കരുത്തുള്ളവരാക്കി മാറ്റുവാനുള്ള പരിശീലനങ്ങളും ഇതിനെ കൂടെ നൽകിയിട്ടുണ്ട്. പോലീസുകാർ പൊതുജന സേവകന്മാരാണ്. ഇവിടെ നിങ്ങളെടുത്തിരിക്കുന്ന പ്രതിജ്ഞയിൽ ആ കാര്യം കുറച്ച് പറയുകയുണ്ടായി. ജനസേവകന്മാരായിട്ട് മാറും. ഇതാണ് സമൂഹം പോലീസിന് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ജനസൗഹൃദ സ്റ്റേഷനുകളായിട്ട് മാറണം. അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ കേരളത്തിലെ സർക്കിൾ ഓഫീസുകൾ സ്ത്രീ സൗഹൃദ സ്റ്റേഷനുകളാക്കി കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഘട്ടം ഘട്ടമായി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ പുതിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനുകൾ എല്ലാ തരത്തിലും പരാതിക്കാർക്ക് അഭയം നൽകുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റിയെടുക്കുവാനാണ് സർക്കാർ കഴിഞ്ഞ കാലത്ത് ശ്രമിച്ചിട്ടുള്ളത്. മുൻകാലത്ത് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ കാലത്ത് വിജയം വരിക്കാൻ കഴിയില്ല. പലതരം വെല്ലുവിളികളും നമ്മുടെ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കുക തന്നെ വേണം. മതേതരത്വം, ജനാധിപത്യം, സ്വതന്ത്ര പരമാധികാരം ഇതെല്ലാം കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിനനുസരിച്ചുകൊണ്ടുള്ള സേനയായി മാറണമെങ്കിൽ വർഗീയതക്കും മതഭീകരവാദത്തിനും എല്ലാമെതിരായി ഉറച്ച നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ കേരള പോലീസിന് കഴിവുണ്ടാക്കണം. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കണമെങ്കിൽ ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. കറക്ഷൻ ഓഫ് ഇന്റലിജൻസ് പോലീസുകാർക്ക് നൽകിയിട്ടുള്ള പരിശീലനത്തിൽ പ്രധാനമായ ഇനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റലിജൻസ് ലഭിക്കണമെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ പോലീസിന് നേടുവാൻ സാധിക്കുകയുള്ളൂ. സമൂഹത്തിൽ കുറ്റം ചെയ്യുന്ന ആളുകൾ 1% പോലും ഇല്ല. കുറ്റം ചെയ്യാത്ത 99% വരുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. അവരെ കൂടെ നിർത്തി പ്രവർത്തിക്കുവാൻ പോലീസിന് സാധിച്ചാൽ നമുക്ക് ഏത് വെല്ലുവിളികളും നേരിടാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും കാണുന്നത് കുറ്റം ചെയ്യാത്തവർ പോലീസിനെ ഭയപ്പെടുന്നു, കുറ്റം ചെയ്യുന്നവർ പോലീസിനെ ഭയപ്പെടാതിരിക്കുന്നു. ഈ സ്ഥിതി മാറ്റിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുവാനാണ് കേരള പോലീസ് എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസിലുള്ള എല്ലാ ഒഴിവുകളും നികത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ കൂടെ PSC റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 3000-ഓളം പേർക്ക് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ പാസിംഗ് ഔട്ട് പരേഡ് 20-ാം തീയതി തിരുവനന്തപുരത്ത് SAP നടക്കുന്ന പാസിംഗ് ഔട്ടോടുകൂടി
നിങ്ങളുടെ ഒപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും പോലീസ് സേനയുടെ ഭാഗമായി മാറുകയാണ്. മറ്റൊരു 3000 പേർക്ക് കൂടി ഇപ്പോൾ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന PSCയുടെ റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം മെയ് മാസം വരെ അതിന്റെ കാലാവധി സർക്കാർ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ തന്നെ ഇപ്പോൾ അഡ്വൈസ് എംഒ കൊടുത്തിട്ടുള്ള 6000 പേർക്ക് പുറമെ 4000 പേരെ കൂടി പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യും. അങ്ങനെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു വർഷം 10000 പേർ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കേരള പോലീസിന്റെ യുവത്വം തുറക്കുന്ന ഒരു പോലീസായി മാറുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതോടൊപ്പം കേരള പോലീസിൽ ആം റിസർവിനെയും ലോക്കൽ പോലീസിനെയും സംയോജിപ്പിക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയ 2010 വർഷത്തിൽ പൂർത്തീകരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി വിവിധ കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയും സർക്കാർ പൂർത്തീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ജനങ്ങളുടെ ആവശ്യത്തിന് ഓടിയെത്തുന്ന ഏത് വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന ഒരു സേനയായി മാറുവാൻ കേരള പോലീസ് നടത്തുന്ന പരിശ്രമങ്ങളിൽ നിങ്ങൾ കൂടി അംഗമായി മാറുമ്പോൾ കേരള പോലീസിന് പുതിയ സാഹചര്യങ്ങളെ നേരിടുവാൻ സാധിക്കുന്ന ഒരു സേനയായിട്ട് മാറും എന്ന ആത്മവിശ്വാസമാണ് ഗവൺമെന്റ് ഉള്ളത്. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. പോലീസിലെ നല്ല മൂല്യങ്ങളെ മാത്രമേ ഉയർത്തിപ്പിടിക്കാൻ പാടുള്ളൂ. പോലീസുകാരിലും അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അപൂർവം പേരെങ്കിലും ഉണ്ട് എന്ന വസ്തുത ഞാൻ വിസ്മരിക്കുന്നില്ല. അത്തരക്കാരെ ഒരിക്കലും നിങ്ങൾ മാതൃകയാക്കാൻ പാടില്ല. ഏറ്റവും നല്ല പോലീസുകാരായി സമൂഹം പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഉയരുവാൻ ഓരോ പോലീസുകാരനും സ്വയം കഴിവ് നേടണം. ആ പരിശീലനത്തോടുകൂടി പുറത്തിറങ്ങുന്ന നിങ്ങളിൽ ഓരോരുത്തരും സമൂഹം അർപ്പിക്കുന്ന വിശ്വാസം അത് കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പുതിയ പ്രതീക്ഷകൾക്ക് അരുണാഭമായ ശോഭ പകർന്നു ഒരു പുതുപുലരിയിൽ പൊയ്പോയ ദിനങ്ങളുടെ കഠിനതകളായി ഇറക്കി പകലിരവുകളിൽ ആർജിച്ച കരുത്ത് ഇന്ന് പുതിയൊരു ലോകത്തിന്റെ നവ്യാനുഭവങ്ങളിലേക്ക് പാദമൂന്നാനുള്ള കിളിവാതിലായി മാറുന്ന ശുഭമുഹൂർത്തം. നേടിയതും കണ്ടതും പഠിച്ചതുമെല്ലാം മനസ്സിലുറച്ച് വിശ്വപ്രസിദ്ധ ആംഗലേയ നാടകകൃത്ത് വില്യം ഷേക്സ്പിയറിന്റെ "So long as men can breathe or eyes can see, so long lives this and gives life to thee" എന്ന വരികൾ അനർത്ഥമാക്കിക്കൊണ്ട് കണ്ടുപരിചയിച്ച മുഖങ്ങളെ, നേടിയ സ്നേഹബന്ധങ്ങളെ മരണം വരെ സൂക്ഷിക്കാനും വേർപാടിന്റെ ഹൃദയവേദനയിലും ആ സ്നേഹം പുതിയ പരീക്ഷണങ്ങൾ നേരിടുന്നതിനുള്ള ഊർജ്ജമായി മനസ്സിലാവാതിച്ച് അറിവിന്റെ പുതിയ അക്ഷരങ്ങൾ ചെവിയിലോതി തന്ന ഗുരുക്കന്മാർക്ക് നന്ദി പറഞ്ഞു നൊമ്പരങ്ങളെ ഹൃദയത്തിലൊതുക്കി പ്രത്യാശയുടെ പുതിയ യുഗത്തിന് വരവേൽക്കാൻ വിരകത്തിന്റെയും വേർപാടിന്റെയും താളമായ ഓയിഡ് ലാങ് സൈൻ എന്ന ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഇവർ പീൽ ഓഫ് ചെയ്ത് വീണ്ടും ഒരു ഒത്തുചേരലിനായി പരേഡ് ഗ്രൗണ്ടിനോട് വിട പറയുകയാണ്.
Passing out parade over, sir. ഈ ചടങ്ങിനെ മഹനീയ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ആദരണീയനായ കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ചടങ്ങിന് നിറസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാക്കിയ തൃശൂർ MLA ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ അവർക്കും ഉന്നത പോലീസ് അധികാരികൾക്കും ദൃശ്യശ്രവ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് വർണ്ണശബളമാക്കിയ പോലീസ് കുടുംബാംഗങ്ങൾക്കും മറ്റഭ്യുദയകാംക്ഷികൾക്കും കേരള പോലീസ് അക്കാദമിയുടെയും KAP 1-ാം ബറ്റാലിയന്റെയും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.